എസ്ര അധ്യായം 4. തിരിച്ചെത്തിയ പ്രവാസികൾ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിന് ആലയം നിർമ്മിക്കുന്നുവെന്ന് യൂദായുടെയും ബെഞ്ചമിൻ്റെയും പ്രതിയോഗികൾ കേട്ടു. അവർ സെറുബ്ബാബേലിനെയും കുടുംബത്തലവന്മാരെയും സമീപിച്ച് പറഞ്ഞു, ഞങ്ങളും നിങ്ങളോടുകൂടെ പണിയട്ടെ. ഞങ്ങളും നിങ്ങളെപ്പോലെ നിങ്ങളുടെ ദൈവത്തെ ആരാധിക്കുകയും ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്ന അസീറിയ രാജാവായ ഏസർഹദ്ദോൻ്റെ കാലം മുതൽ അവിടത്തേക്ക് ബലിയർപ്പിക്കുകയും ചെയ്തു വരുന്നു. എന്നാൽ സെറുബ്ബാബേലും യെശുവയും മറ്റു കുടുംബത്തലവന്മാരും അവരോട് പറഞ്ഞു, ഞങ്ങളുടെ ദൈവത്തിന് ആലയം പണിയുന്നതിൽ നിങ്ങളൊന്നും ചെയ്യേണ്ടതില്ല. പേർഷ്യ രാജാവായ സൈറസ് കൽപ്പിച്ചതനുസരിച്ച് ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൻ്റെ ആലയം ഞങ്ങൾ തന്നെ നിർമ്മിച്ചുകൊള്ളാം. അപ്പോൾ ദേശവാസികൾ പണി തുടരുന്നതിൽ യൂദാജനങ്ങളെ നിരുത്സാഹപ്പെടുത്തുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. അവരെ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കുവാൻ ദേശവാസികൾ പേർഷ്യ രാജാക്കന്മാരായ സൈറസിൻ്റെ കാലം മുതൽ ദാരിയൂസിൻ്റെ കാലം വരെ ഉപദേശകന്മാരെ വിലക്കെടുത്തു. അഹസ്വേരൂസിൻ്റെ ഭരണം ആരംഭിച്ചപ്പോൾ അവർ ജെറുസലേമിലെയും യൂദായിലെയും നിവാസികൾക്കെതിരെ ഒരു കുറ്റപത്രം സമർപ്പിച്ചു. പേർഷ്യ രാജാവായ അർത്താക്സർക്സസിൻ്റെ കാലത്തും ബിഷ്ലാം, മിത്രദാത്ത്, താബേൽ എന്നിവരും അനുയായികളും രാജാവിന് എഴുതി. കത്ത് അരമായ ലിപിയിലാണ് എഴുതിയിരുന്നത്. വിവർത്തനവും ഉണ്ടായിരുന്നു. സേനാപതി റഹൂം, കാര്യദർശി ഷിംഷായി എന്നിവർ ജെറുസലേമിനെതിരെ രാജാവിന് കത്തയച്ചു. റഹൂം, ഷിംഷായി, അവരുടെ അനുചരന്മാർ, ന്യായാധിപന്മാർ, ദേശാധിപതികൾ, സ്ഥാനികൾ, പേർഷ്യക്കാർ, ഏറക്കിലെ ജനങ്ങൾ, ബാബിലോൺകാർ, ഏലാമ്യരെന്നറിയപ്പെടുന്ന സൂസാക്കാർ എന്നിവരും മഹാനും ശ്രേഷ്ഠനുമായ ഒസ്നാപ്പർ നാടുകടത്തി സമറിയായിലെ പട്ടണങ്ങളിലും നദിക്കപ്പുറത്തുമുള്ള ദേശത്തും വസിപ്പിച്ച മറ്റ് ജനതകളും കൂടി എഴുതുന്ന കത്ത്. കത്തിൻ്റെ പകർപ്പാണ് ഇത്. അർത്താക്സർക്സസ് രാജാവിന് നദിക്കക്കരെയുള്ള ദേശത്ത് വസിക്കുന്ന ദാസന്മാരുടെ മംഗളാശംസകൾ. അങ്ങയുടെ അടുത്ത് നിന്ന് വന്ന യഹൂദർ ജെറുസലേമിലേക്ക് പോയി എന്ന് അറിയിക്കട്ടെ. കലഹക്കാരുടെയും ദുഷ്ടന്മാരുടെയും ആയ ആ പട്ടണത്തിൻ്റെ പുനർനിർമ്മാണം അവർ ആരംഭിച്ചിരിക്കുന്നു. അവർ അതിൻ്റെ മതിലുകൾ പൂർത്തിയാക്കുകയും അസ്ഥിവാരത്തിൻ്റെ അറ്റകുറ്റപ്പണി നടത്തുകയും ചെയ്യുന്നു. മതിലുകൾ പൂർത്തിയാക്കുകയും നഗരം പുനഃസ്ഥാപിക്കുകയും ചെയ്താൽ അവർക്ക് അപ്പമോ കരമോ ചുങ്കമോ തരികയില്ല. അങ്ങനെ രാജഭണ്ഡാരം ക്ഷയിക്കുമെന്ന് അറിഞ്ഞാലും രാജാവിനെ അനാദരിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കാൻ അങ്ങയുടെ ആശ്രിതന്മാരായ ഞങ്ങൾക്ക് കഴിയുകയില്ല. അതിനാൽ ഞങ്ങൾ അങ്ങയെ വിവരം അറിയിക്കുന്നു. അങ്ങയുടെ പിതാക്കന്മാരുടെ ചരിത്രരേഖകൾ പരിശോധിച്ചാൽ ഈ നഗരം കലഹകാരിയും രാജാക്കന്മാർക്കും ദേശങ്ങൾക്കും ഉപദ്രവകാരിയുമാണെന്നും പണ്ടുമുതലേ അവിടെ കലഹം പൊട്ടിപ്പുറപ്പെട്ടിരുന്നെന്നും അറിയാൻ കഴിയും. അതിനാലാണ് ഈ പട്ടണം നശിച്ചത്. പട്ടണം പുനഃസ്ഥാപിക്കുകയും മതിലുകൾ പൂർത്തിയാക്കുകയും ചെയ്താൽ നദിക്കിക്കരെയുള്ള ദേശത്ത് അങ്ങേക്ക് ഒരവകാശവും ഉണ്ടായിരിക്കില്ലെന്ന് അറിഞ്ഞാലും. രാജാവ് മറുപടി അയച്ചു. സൈന്യാധിപനായ റഹൂമിനും കാര്യദർശിയായ ഷിംഷായിക്കും സമറിയായിലും നദിക്കക്കരെയുള്ള മറ്റ് ദേശത്തും ജീവിക്കുന്ന അവരുടെ അനുയായികൾക്കും ശുഭാശംസകൾ. നിങ്ങളയച്ച കത്ത് ഞാൻ വ്യക്തമായി വായിച്ചു കേട്ടു. ഞാനൊരു കൽപ്പന പുറപ്പെടുവിച്ച് അന്വേഷണം നടത്തി. പണ്ട് മുതലേ ഈ നഗരം രാജാക്കന്മാരെ എതിർക്കുകയും കലഹവും കലാപവും അവിടെ നടമാടുകയും ചെയ്തിരുന്നുവെന്ന് വ്യക്തമായി. നദിക്കക്കരെയുള്ള ഭൂവിഭാഗം മുഴുവൻ ഭരിച്ചിരുന്ന ശക്തരായ രാജാക്കന്മാർ ജെറുസലേമിലുണ്ടായിരുന്നു. അവർ കപ്പവും കരവും ചുങ്കവും ഈടാക്കിയിരുന്നു. ഞാൻ കൽപ്പന പുറപ്പെടുവിക്കുന്നതുവരെ നഗരനിർമ്മാണം നിർത്തിവെക്കാൻ അവരോട് ആജ്ഞാപിക്കുവിൻ. ഇക്കാര്യത്തിൽ അയവ് വരുത്തരുത്. വരുത്തിയാൽ അതും രാജാവിന് ഉപദ്രവകരമായി തീരും.
അർത്താക്സർക്സസ് രാജാവിൻ്റെ കത്തിൻ്റെ പകർപ്പ് വായിച്ചു കേട്ട റഹുമും കാര്യദർശിയായ ഷിംഷായിയും അനുയായികളും ജെറുസലേമിലെ യഹൂദരുടെ അടുത്തേക്ക് തിടുക്കത്തിൽ ചെന്ന് അധികാരവും ബലവും ഉപയോഗിച്ച് പണി നിർത്തിവയ്പ്പിച്ചു. അങ്ങനെ ജെറുസലേമിലെ ദേവാലയത്തിൻ്റെ പണി നിലച്ചു. പേർഷ്യ രാജാവായ ദാരിയുസിൻ്റെ 2-ാം ഭരണവർഷം വരെ അത് മുടങ്ങിക്കിടന്നു. Chapter 4. When the enemies of Judah and Benjamin heard that the exiles were building a temple for the Lord, the God of Israel, they approached Zerubbabel and the family heads and said to them, "Let us build with you, for we seek your God just as you do, and we have sacrificed to him since the days of Esarhaddon, king of Assyria, who had us brought here." But Zerubbabel, Jeshua, and the rest of the family heads of Israel answered them, "It is not your responsibility to build with us a house for our God, but we alone must build it for the Lord, the God of Israel, as King Cyrus of Persia has commanded us." Thereupon the people of the land set out to intimidate and dishearten the people of Judah so as to keep them from building. They also suborned counselors to work against them and thwart their plans during the remaining years of Cyrus king of Persia and until the reign of Darius king of Persia. Also, at the beginning of the reign of Ahasuerus, they prepared a written accusation against the inhabitants of Judah and Jerusalem. Again, in the time of Artaxerxes, Mithredath wrote in concert with Tabeal and the rest of his fellow officials to Artaxerxes, king of Persia. The document was written in Aramaic and was accompanied by a translation, Aramaic. Then Rehum, the governor, and Shimshai, the scribe, wrote the following letter against Jerusalem to King Artaxerxes. Rehum, the governor, Shimshai the scribe, and their fellow judges, officials, and agents from among the Persian, Urukian, Babylonian, Susian, that is, Elamite, and the other peoples whom the great and illustrious Assurbanipal transported and settled in the city of Samaria and elsewhere in the province west of Euphrates, as follows. This is a copy of the letter that they sent to him. To King Artaxerxes, your servants, the men of west of Euphrates, as follows. Let it be known to the king that the Jews who came up from you to us have arrived at Jerusalem and are now rebuilding this rebellious and evil city. They are raising up its walls, and the foundations have already been laid. Now let it be known to the king that if this city is rebuilt and its walls are raised up again, they will no longer pay taxes, tributes, or tolls. Thus it can only result in harm to the throne. Now since we partake of the salt of the palace, we ought not simply to look on while the king is being dishonored. Therefore we have sent this message to inform you, O king, so that inquiry may be made in the historical records of your fathers. In the historical records you can discover and verify that this city is a rebellious city, which has proved fatal to kings and provinces, and that sedition has been fostered there since ancient times. For that reason this city was destroyed. We inform you, O king, that if this city is rebuilt, and its walls are raised up again, by that very fact you will no longer own any part of west of Euphrates. The king sent this answer. To Rehum the governor, Shimshai the scribe, and their fellow officials living in Samaria and elsewhere in the province of west of Euphrates, greetings and the following. The communication which you sent us has been read plainly in my presence. When at my command inquiry was made, it was verified that from ancient times this city has risen up against kings, and that rebellion and sedition have been fostered there. Powerful kings were once in Jerusalem who ruled over all west of Euphrates, and taxes, tributes, and tolls were paid to them. Give orders, therefore, that will stop the work of these men. This city may not be rebuilt until a further decree has been issued by me. Take care that you do not neglect this matter, lest the evil grow to the detriment of the throne. As soon as a copy of King Artaxerxes' letter had been read before Rehum the governor, Shimshai the scribe, and their fellow officials, they went in all haste to the Jews in Jerusalem, and stopped their work by force of arms.
Thus it was that the work on the house of God in Jerusalem was halted. This inaction lasted until the 2nd year of the reign of Darius, king of Persia.